നമ്മളെ സിലബസ് കംപ്ലീഷൻ ചാലഞ്ചിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള നല്ല ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലെ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് ഇത് 42ാമത്തെ ഭേദഗതി അല്ലെ. ആ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതിയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? അത് ആർട്ടിക്കിൾ 52 അല്ലെ. ആർട്ടിക്കിൾ 52ലാണ് എന്ത് പറയുന്നത്? ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ഇനി നാലാമത്തെ ചോദ്യം: ഭരണഘടന അനുസരിച്ചിട്ട് ഇന്ത്യൻ യൂണിയന്റെ പരമാധികാരി ആരാണ്? ഭരണഘടന അനുസരിച്ചിട്ട് ഇന്ത്യൻ യൂണിയന്റെ പരമാധികാരി ആരാ? രാഷ്ട്രപതി അല്ലെ. രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ ഡി രാഷ്ട്രപതിയാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, പ്രഥമ പൗരൻ, സായുധ സേനാ വിഭാഗങ്ങളുടെ പരമോന്നത മേധാവി എന്നീ പദവികൾക്കെല്ലാം അർഹനായ വ്യക്തി ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, പ്രഥമ പൗരൻ, സായുധ സേനാ വിഭാഗങ്ങളുടെ പരമോന്നത മേധാവി എന്നീ പദവികൾക്കെല്ലാം അർഹനായ വ്യക്തിയാണ് ആര്? രാഷ്ട്രപതി. ഇനി ഭരണഘടനയുടെ 53ാം വകുപ്പ് അനുസരിച്ചിട്ട് പ്രതിരോധ സേനകളുടെ പരമാധികാരി എന്നറിയപ്പെടുന്ന ആരാണ്? ഭരണഘടനയുടെ 53ാം വകുപ്പ് അനുസരിച്ചിട്ട് പ്രതിരോധ സേനകളുടെ പരമാധികാരി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാ? പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രപതി തന്നെയാണ്. ഇനി ഏഴാമത്തെ ചോദ്യം: ഇന്ത്യയിലെ പ്രഥമ പൗരനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? അതായത് ഇന്ത്യയിൽ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ട വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഏത് വകുപ്പിലാ? 58ലാട്ടോ. ഓപ്ഷൻ സി ആണ്. 58ലാണ് രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ച് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം: രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നത് ആരാ? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നത് ആരാ? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആട്ടോ. ഓപ്ഷൻ സി ആണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഒൻപതാമത്തെ ചോദ്യം: ഭരണഘടനയിൽ ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? ഭരണഘടനയിൽ അതായത് നമ്മുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആർക്കാ വോട്ടവകാശമുള്ളത്? അതൊരു ഇലക്ട്രൽ കോളേജിന് അല്ലെ. ആ ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? ഏതാ? ആർട്ടിക്കിൾ 54. ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 54 ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പരാമർശിക്കുന്നത്. പത്താമത്തെ ചോദ്യം: രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരായിരിക്കും? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരായിരിക്കും? സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭയാട്ടോ. സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭയാണ്. ഇത് പലപ്പോഴും ഇങ്ങോട്ട് മാറാറുണ്ട്. അതായത് സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയും ആകാറുണ്ട്, സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭയും ആകാറുണ്ട്. അതായത് ഇവരെ ടേൺ അനുസരിച്ചിട്ട് മാറിയിട്ടാണ് വരാറ്. പൊതുവെ പറയുമ്പോൾ നമ്മൾ സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ എന്നാണ് പറയാറ്. 11ാമത്തെ ചോദ്യം: രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അല്ലെ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് നമ്മുടെ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യം: ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്രയാ? 5 വർഷമാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. 5 വർഷമാണ്. ഈ കഴിഞ്ഞ LDക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു: അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക കാലാവധി എത്രയാ? അത് 4 വർഷമാണ് അല്ലെ. അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന എത്ര വർഷത്തേക്കാ? 4 വർഷത്തേക്കാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലോ അത് 5 വർഷത്തേക്കാണ്. ഇനി രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഭരണ ചുമതല വഹിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഭരണ ചുമതല വഹിക്കുന്നത് ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി 14ാമത്തെ ചോദ്യം: രാഷ്ട്രപതി തന്റെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും?
രാഷ്ട്രപതി തന്റെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? ഉപരാഷ്ട്രപതിക്കാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുമ്പിലാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ്. എന്നാൽ തന്റെ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാ? അത് ഉപരാഷ്ട്രപതിക്കാണ്. 15ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് ആരാ? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് ആരായിരിക്കും? ഉപരാഷ്ട്രപതിയാണ് അല്ലെ. ഉപരാഷ്ട്രപതിയാണ്. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിലാണെങ്കിൽ ആരായിരുന്നു? അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരാന്നാ? രാഷ്ട്രപതി മാത്രമേ അഭാവമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും ചുമതല വഹിക്കുന്നത്. ഇനി 16ാമത്തെ ചോദ്യം, കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ നിന്ന് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം എത്രയാണ്? കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ നിന്ന് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും? ഓർത്തു വെക്കുക, 12 പേരെയാണ് രാഷ്ട്രപതിക്ക് നോമിനേഷൻ ചെയ്യാൻ കഴിയുന്നത്. നിലവിൽ ടോട്ടല് പാർലമെന്റിലേക്ക് എത്ര എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ആൻസർ 14 ആയിരുന്നു. അത് എന്ത് ചെയ്തു എന്നറിയോ? പുതിയൊരു ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ 12 എന്ന് പറയുന്നത് കലാശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ മേഖലയിൽ നിന്നായിരുന്നു. ഈ ബാക്കി വരുന്ന 2 ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു. അത് ലോക്സഭയിലേക്കായിരുന്നു നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത്. അപ്പം അതെന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റ് അമെൻമെന്റിലൂടെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. നിലവിൽ രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാലും 12 ആണ്. അതേപോലെ രാജ്യസഭയിലേക്ക് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാലും 12 തന്നെയാണ് കേട്ടോ. ഇനി 17ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും അഭാവത്തിൽ ഭരണ ചുമതല വഹിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന്റെയും അഭാവത്തിൽ ഭരണ ചുമതല വഹിക്കുന്നത് ആരായിരിക്കും? സുപ്രീം കോടതിയിലെ ഒരു സീനിയർ ജഡ്ജായിരിക്കും കേട്ടോ. സുപ്രീം കോടതിയിലെ ഒരു സീനിയർ ജഡ്ജായിരിക്കും. 18ാമത്തെ ചോദ്യം, രാജ്യസഭയുടെയും ലോക്സഭയുടെയും വർഷത്തിലെ ആദ്യ സമ്മേളനത്തിനും പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിനും സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വ്യക്തി ആരായിരിക്കും? രാജ്യസഭയുടെയും ലോക്സഭയുടെയും വർഷത്തിലെ ആദ്യ സമ്മേളനത്തിലും അതുപോലെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനത്തിലും സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വ്യക്തി ആരാ? രാഷ്ട്രപതി അല്ലെ. ഓപ്ഷൻ സി ആണ്, രാഷ്ട്രപതിയാണ്. ഇനി 19ാമത്തെ ചോദ്യം, സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏത് കോടതി നൽകുന്ന ശിക്ഷയും, അതായത് തൂക്കുകയർ ഉൾപ്പെടെ അല്ലെങ്കിൽ മരണശിക്ഷ ഉൾപ്പെടെ നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏത് കോടതി നൽകുന്ന ശിക്ഷയും അത് നിർത്തിവെക്കാനോ അല്ലെങ്കിൽ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 72 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആർട്ടിക്കിൾ 72 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാഷ്ട്രപതി മാപ്പ് നൽകുന്നത്. 20ാമത്തെ ചോദ്യം, സംസ്ഥാന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഏത് ശിക്ഷയും നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം സംസ്ഥാന ഗവർണർക്ക് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? സംസ്ഥാന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഏത് ശിക്ഷയും, അതായത് മരണശിക്ഷ ഒഴിച്ചിട്ട് നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം സംസ്ഥാന ഗവർണർക്ക് നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഏതാ? അത് 161 ആട്ടോ. 161 ഗവർണർ മാപ്പ് നൽകുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരം? 161. ഇനി പ്രസിഡന്റ് മാപ്പ് നൽകുന്നത് ഏത് അനുച്ഛേദ പ്രകാരം? അത് 72. ഇനി 21ാമത്തെ ചോദ്യം, രാഷ്ട്രപതിമാർക്ക് അനുവദിച്ചിട്ടുള്ള പ്രത്യേക നിഷേധാധികാരം ഏതാണ്? രാഷ്ട്രപതിമാർക്ക് അനുവദിച്ചിട്ടുള്ള ഒരു പ്രത്യേക നിഷേധ അധികാരമാണ് ഇത്? വീറ്റോ പവർ അല്ലെ. വീറ്റോ അധികാരം. ഓപ്ഷൻ സി ആണ്, വീറ്റോ പവർ ആണ്. 22ാമത്തെ ചോദ്യം, പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാ? പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് അല്ലെ. ഗ്യാനി സെയിൽ സിംഗ് ആണ്. 23ാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പ്രസിഡന്റിനുണ്ടായിരുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പ്രസിഡന്റിനുണ്ടായിരുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാ? 24ാം ഭരണഘടനാ ഭേദഗതി ആട്ടോ. ഓപ്ഷൻസ് ബി ആണ്, 24ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 24ാമത്തെ ചോദ്യം, ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്?
ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനയിലെ വകുപ്പാണ് ഇത് 1, 2, 3 അല്ലെ. ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് ഇത് 1, 2, 3. ഓർത്തു വെക്കുക, 1, 2, 3 ഓടിക്കോ എന്ന് ഓർത്തു വെക്കുക. ഓർഡിനൻസിന്റെ ഓടിക്കോ 1, 2, 3 ഓടിക്കോ. ഇനി 25ാമത്തെ ചോദ്യം, പാർലമെന്റ് അംഗീകരിച്ച ഒരു ഓർഡിനൻസിന്റെ കാലാവധി എത്ര മാസമായിരിക്കും? പാർലമെന്റ് അംഗീകരിച്ച ഒരു ഓർഡിനൻസിന്റെ കാലാവധി എത്ര മാസമായിരിക്കും? കുറഞ്ഞത് 6 മാസമായിരിക്കും കേട്ടോ. ഓപ്ഷൻ എ ആണ്, 6 മാസമാണ്. ഇനി ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി ആരാം? ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലെ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതിയാണ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇനി ഇംപീച്ച്മെന്റിലൂടെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഇംപീച്ച്മെന്റിലൂടെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ? 61 ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 61 ആണ്. ഇനി രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ട പരമാവധി കാലാവധി എത്രയാണ്? അതായത് നിലവിൽ രാഷ്ട്രപതി ഒഴിവ് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് എത്ര മാസത്തിനുള്ളിൽ പുതിയൊരു രാഷ്ട്രപതിയെ നമ്മൾ കണ്ടെത്തണം എന്ന് ചോദിച്ചാൽ എത്രയാ? 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ പുതിയൊരു രാഷ്ട്രപതിയെ കണ്ടെത്തിയിരിക്കണം. ഇനി 29ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? അതായത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏത് തന്നെ എഴുതണം നമ്മൾ? ഭാഗം 18 അല്ലെ. ഭാഗം 18ലാണ് ഏത് പ്രതിപാദിക്കുന്നത്? നമ്മുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, 18ാം ഭാഗത്താണ്. ഇനി 30ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യമാണെന്ന് വേണ്ട, ഇവിടെ എവിടുന്നാണ് എന്ന് മതി കേട്ടോ. എവിടുന്ന അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാട്ടോ. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടുന്ന? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ അത് എവിടുന്ന? അത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി ആട്ടോ. ജർമ്മനിയിൽ നിന്നാണ് എന്ത് കടമെടുത്തത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങൾ റദ്ദാകും എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. പക്ഷെ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത് എവിടുന്നാന്ന് ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പക്ഷെ PSC പലപ്പോഴും ചോദിക്കുന്ന സമയത്ത് ആൻസറായിട്ട് ഏത് കൊടുക്കാറുണ്ട്? ഇന്ത്യ അടിയന്തരാവസ്ഥ കടമെടുത്ത ഏത് രാജ്യത്താണെന്ന് ചോദിച്ചിട്ട് ജർമ്മനി ആൻസർ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഏതും കൊടുക്കാറുണ്ട്, 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത പഠിച്ചു വെക്കുക. അതായത് അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത് എവിടുന്നാന്ന് വെച്ചാൽ എവിടെ നിന്ന് തന്നെയാണ്? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ റദ്ദാകും എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ആശയം കടമെടുത്തത് എവിടുന്നാന്ന് വെച്ചാൽ അത് ജർമ്മനിയിൽ നിന്നാണ്. ഇനി 32ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടുള്ളത് എത്ര തവണയാണ്? ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറിയോ? ഇന്ത്യയിൽ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 33ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അല്ലെ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 34ാമത്തെ ചോദ്യം, ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. രാഷ്ട്രപതി ചോദിച്ചാൽ ആരാ? രാധാകൃഷ്ണനാണ്. പ്രധാനമന്ത്രി ചോദിച്ചാൽ നെഹ്റു ആണ്. ഇനി ആദ്യത്തെ അടിയന്തരാവസ്ഥ സമയത്ത് പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ആദ്യത്തെ അടിയന്തരാവസ്ഥ സമയത്ത് പ്രതിരോധ മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോൻ അല്ലേ. മലയാളി ആയിട്ടുള്ള VK കൃഷ്ണമേനോൻ എന്നായിരുന്നു അന്നത്തെ പ്രതിരോധ മന്ത്രി ആയിരുന്നത്. അപ്പൊ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രതിരോധ മന്ത്രി ചോദിച്ചാൽ ആരാ? VK കൃഷ്ണമേനോൻ. പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? നെഹ്റു. രാഷ്ട്രപതി ചോദിച്ചാൽ ആരാ? രാധാകൃഷ്ണൻ. ഇനി രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു?
രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യയിലുണ്ടായ കാരണം എന്തായിരുന്നു? അത് 1971 ഇന്ത്യ പാക് യുദ്ധമായിരുന്നു അല്ലേ? 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? രണ്ടാമത്തെ പ്രഖ്യാപിക്കുന്ന സമയത്ത് VV ഗിരിയാണ് അല്ലെ? VV ഗിരിയാണ്. ഓപ്ഷൻ ബി ആണ്. പ്രഖ്യാപിക്കുന്ന സമയത്ത് ആരായിരുന്നു? VV ഗിരിയാണ്. ഇനി രണ്ടാമത്തെ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി അല്ലെ? ഓപ്ഷൻ ബി ആണ്. ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പ്രതിരോധ മന്ത്രി ആരാണ്? രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ജഗ്ജീവൻ റാം ആട്ടോ. ഓപ്ഷൻ ബി ആണ്. ജഗ്ജീവൻ റാം ആണ്. ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരായിരുന്നു? അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേട്ടോ. ആരാ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പ്രധാനമന്ത്രി ആര് തന്നെയായിരുന്നു? ഇന്ദിരാഗാന്ധി അല്ലേ? രണ്ടാമതും മൂന്നാമത്തേനും ആര് തന്നെയാണ് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ പ്രദേശം ഏതായിരുന്നു? വിന്ധ്യാപ്രദേശ് ആട്ടോ. ഓപ്ഷൻ സി ആണ്. വിന്ധ്യാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ പ്രദേശം ചോദിച്ചാൽ ഏതാ? വിന്ധ്യാപ്രദേശ് ആണ്. ഇനി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള സർക്കാരിനെ പുറത്താക്കിയിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിനെ പുറത്താക്കിയിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? അത് നമ്മുടെ കേരളമാണ്. ഓർത്തു വെക്കുക, കേരളമാണ്. ഇനി ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? അത് പഞ്ചാബ് ആട്ടോ. ഓപ്ഷൻ ഡി ആണ്. പഞ്ചാബാണ്. ഇനി കേരളത്തിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എത്ര തവണയാണ്? കേരളത്തിൽ എത്ര തവണ പ്രസിഡന്റ് ഭരണം നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര തവണയാ? 7 തവണയാട്ടോ. 7 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? മണിപ്പൂരാട്ടോ. ഓപ്ഷൻ സി ആണ്. മണിപ്പൂരാണ്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? മണിപ്പൂരാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയുടെ ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം ഏതായിരുന്നു? അത് പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബാണ്. ഓപ്ഷൻ ബി പഞ്ചാബാണ്. ഇനി ഏറ്റവും ദൈർഘ്യമേറിയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഏറ്റവും ദൈർഘ്യമേറിയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതായിരുന്നു? ജമ്മു കാശ്മീർ കേട്ടോ. ഓപ്ഷൻ സി ആണ്. ജമ്മു കാശ്മീർ ആണ്. 49ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടത് ഏത് പേരിലാണ്? നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു? അത് ഓപ്ഷൻ ബി ആണ്. വൈസ്റീഗൽ പാലസ് ആട്ടോ. ഓപ്ഷൻ ബി ആണ്. വൈസ്റീഗൽ പാലസ് ആണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്ന ഏത് പേരില? വൈസ്റീഗൽ പാലസ് എന്നാണ്. ഇനി അടുത്ത ചോദ്യം സെയിം ചോദ്യമാണ്. 51ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ ഔദ്യോഗിക വസതി ഏതാണ്? രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ ഔദ്യോഗിക വസതി ഏതാണ്? ഏതാ? രാഷ്ട്രപതി നിലയമാട്ടോ. രാഷ്ട്രപതി നിലയമാണ്. 52ാമത്തെ ചോദ്യം, രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഹൈദരാബാദിൽ. ഓപ്ഷൻ സി ആണ്. ഹൈദരാബാദിലാണ്. 1950 വരെ രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? 1950 വരെ രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടത് വൈസ്രോയുടെ ഭവനമായിരുന്നു കേട്ടോ. വൈസ്റീഗൽ പാലസ് അല്ലെങ്കിൽ വൈസ്രോയുടെ ഭവൻ എന്നായിരുന്നു. 54ാമത്തെ ചോദ്യം, രാഷ്ട്രപതി ഭവന്റെ ശില്പി ആരാണ്? രാഷ്ട്രപതി ഭവന്റെ ശില്പി ആരാണ്? ആരാ രാഷ്ട്രപതി ഭവന്റെ ശില്പി? സർ എഡ്വിൻ ലൂട്ടൻസ് ആണ്. ഓപ്ഷൻ ബി ആണ്. സർ എഡ്വിൻ ലൂട്ടൻസ് ആണ് രാഷ്ട്രപതി ഭവന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇനി രാഷ്ട്രപതി ഭവൻ നിർമ്മാണം പൂർത്തിയായ വർഷം ഏതാണ്? രാഷ്ട്രപതി ഭവൻ നിർമ്മാണം പൂർത്തിയായ വർഷം ചോദിച്ചാൽ 1929. 1929
രാഷ്ട്രപതി ഭവന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്? ഇനി രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ആരായിരുന്നു? സി രാജഗോപാല ആചാര്യ കേട്ടോ. സി രാജഗോപാലാചാര്യാണ്. ഇനി വൈസ്രീഗൽ പാലസിൽ താമസിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? വൈസ്രീഗൽ പാലസിൽ താമസിച്ച ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആരാ? ഇർവിൻ പ്രഭു കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ഇർവിൻ പ്രഭു ആണ്. ഇനി രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? രാഷ്ട്രപതി നിവാസ് ഷിംലയിലാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, ഷിംലയിലാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി രാഷ്ട്രപതി നിവാസിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതി നിവാസ് നമ്മൾ പറഞ്ഞു ഷിംലയിലാണ്. അതിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഹെൻറി ഇർവിൻ ആട്ടോ. ഹെൻറി ഇർവിൻ ആണ്. ഓപ്ഷൻ ഡി ആണ്, ഹെൻറി ഇർവിൻ ആണ്. ഇനി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ആര്? രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ഡി ആണ്, രാജേന്ദ്ര പ്രസാദ്. 61ാമത്തെ ചോദ്യം, കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആണ്. ഓപ്ഷൻ സി ആണ്, രാജേന്ദ്ര പ്രസാദ്. ഇനി ഏറ്റവും കുറച്ചു കാലം ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഏറ്റവും കുറച്ചു കാലം ഭരണത്തിലിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാ? സക്കീർ ഹുസൈൻ ആട്ടോ. സക്കീർ ഹുസൈൻ ആണ്. ഏറ്റവും കുറച്ചു കാലം ഭരണത്തിലിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. ഇനി ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകം രചിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാ? ചമ്പാരൻ സത്യാഗ്രഹ എന്ന പുസ്തകം രചിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ചൈന സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ചൈന സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ചൈന സന്ദർശിച്ചത് ആർ വെങ്കിട്ടരാമൻ കേട്ടോ. ചൈന സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ആര്? ആർ വെങ്കിട്ടരാമൻ. 65ാമത്തെ ചോദ്യം, തമിഴ്നാടിന്റെ വ്യാവസായിക ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? തമിഴ്നാടിന്റെ വ്യാവസായിക ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാ? ആർ വെങ്കിട്ടരാമൻ കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, ആർ വെങ്കിട്ടരാമൻ ആണ്. ചൈന സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. തമിഴ്നാടിന്റെ വ്യാവസായിക ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ആർ വെങ്കിട്ടരാമൻ ആണ്. 66ാമത്തെ ചോദ്യം, ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാ? ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാ? രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യ ഡിവൈഡഡ്. അപ്പൊ രണ്ട് പുസ്തകം നമ്മൾ പഠിച്ചു. ചമ്പാരൻ സത്യാഗ്രഹ എന്ന പുസ്തകാരത രാജേന്ദ്ര പ്രസാദിന്റെതാണ്. ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകമാരത രാജേന്ദ്ര പ്രസാദിന്റെതാണ്. ഇനി കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തി ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? പ്രണാബ് മുഖർജിയാണ് അല്ലെ. പ്രണാബ് മുഖർജിയാണ്. ഇനി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി? നീലം സഞ്ജീവ് റെഡ്ഡി ആട്ടോ. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത്. ഇനി ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി ആരായിരുന്നു? ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി ആരായിരുന്നു? അത് ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയായിട്ടുള്ള KR നാരായണൻ അല്ലെ. KR നാരായണനാണ് ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണനാണ് അല്ലെ. ഓപ്ഷൻ സി ആണ്, ഡോക്ടർ S രാധാകൃഷ്ണനാണ്. 71ാമത്തെ ചോദ്യം, ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ഒരു ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണനാണ് കേട്ടോ. ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിമായ രാഷ്ട്രപതി ആരായിരുന്നു? അത് സക്കീർ ഹുസൈൻ ആണ്. ഓപ്ഷൻ സി ആണ്, സക്കീർ ഹുസൈൻ ആണ്. ഇനി പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്?
പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതി ഉണ്ടല്ലോ, അത് ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? സക്കീർ ഹുസൈൻ ആണ്. ആരാ? സക്കീർ ഹുസൈൻ ആണ്. ഇനി കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ആരാ? നമ്മൾ രണ്ടാമത്തെ വ്യക്തിനെ പഠിച്ചു, അതാരായിരുന്നു? പ്രണബ് മുഖർജി അല്ലെ. ഇവിടെ ഇതാ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ വ്യക്തി ആരാ? അതായത് കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ആർ വെങ്കിട്ടരാമൻ ആട്ടോ. ആർ വെങ്കിട്ടരാമനാണ്. ഇനി അത് രണ്ടാമത്തെ വ്യക്തിയാണ് ചോദിക്കുന്നതെങ്കിൽ ആരാ? പ്രണബ് മുഖർജിയാണ്. 1 ആർ വെങ്കിട്ടരാമനാണ്, 2 പ്രണബ് മുഖർജിയാണ്. ക്വസ്റ്റ്യൻ എന്താ? ധനകാര്യമന്ത്രി ആയതിനു ശേഷം, കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ 2 വ്യക്തികളാണ് ഇവർ. ഇനി 1950 മുതൽ 62 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? 1950 മുതൽ 62 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. ആരാ? രാജേന്ദ്ര പ്രസാദ് ആണ്. 76ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് KR നാരായൺ, അതായത് മലയാളിയായിട്ടുള്ള KR നാരായൺ ഇന്ത്യയുടെ രാഷ്ട്രപതിയായത്? ഏത് വർഷമാണ്? ഏത് വർഷം? 1997 മുതൽ 2002 വരെ അല്ലെ. ഓപ്ഷൻ ബി ആണ്. 1997 ആര് രാഷ്ട്രപതിയാകുന്നത്? നമ്മുടെ മലയാളിയായിട്ടുള്ള KR നാരായൺ രാഷ്ട്രപതിയാകുന്നത്. ഇനി ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? സക്കീർ ഹുസൈൻ അല്ലെ. സക്കീർ ഹുസൈൻ ആണ് ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി. ഇനി ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ വനിത ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ വനിത ചോദിച്ചാൽ ആരാ? മനോഹർ ഹോൾക്കർ ആട്ടോ. ഓപ്ഷൻ ഡി ആണ്. മനോഹര ഹോൾക്കർ. മനോഹര ഹോൾക്കർ ആണ് ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ വനിത. ഇനി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? രാധാകൃഷ്ണനാണ് അല്ലെ. രാധാകൃഷ്ണനാണ്. 80ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ തത്വചിന്തകനായ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആരാണ്? വിദ്യാഭ്യാസ തത്വചിന്തകനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആരാ? സക്കീർ ഹുസൈൻ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. സക്കീർ ഹുസൈൻ ആണ്. ഇനി തത്വചിന്തകനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആരാണ്? തത്വചിന്തകനായ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാ? അത് രാധാകൃഷ്ണനാട്ടോ. വ്യത്യാസം മനസ്സിലാക്കുക. തത്വചിന്തകനായ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാ? രാധാകൃഷ്ണനാണ്. ഇനി വിദ്യാഭ്യാസ തത്വചിന്തകനായ എന്ന് ചോദിച്ചാൽ അത് സക്കീർ ഹുസൈന്. ഇനി 82ാമത്തെ ചോദ്യം, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആരാ? അധികാരത്തിലിരിക്കെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാ? സക്കീർ ഹുസൈൻ അല്ലെ. സക്കീർ ഹുസൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി ആരാ? അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി ചോദിച്ചാൽ ആരാ? അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അധികാരത്തിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി സക്കീർ ഹുസൈനും രണ്ടാമത്തെ വ്യക്തി ചോദിച്ചാൽ ആരാ? ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ്? അതായത് ആദ്യം മത്സരിച്ചു, തോറ്റു, പിന്നീട് മത്സരിച്ചു, വിജയിച്ചു. അതാരാണ്? ആരാ? നീലം സഞ്ജീവ് റെഡ്ഡി ആട്ടോ. നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ആര്? നീലം സഞ്ജീവ് റെഡ്ഡി. നീലം സഞ്ജീവ് റെഡ്ഡിയെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡിയെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ വ്യക്തി ചോദിച്ചാൽ ആരാ? VV ഗിരി ആട്ടോ. ഓപ്ഷൻ ഡി ആണ്. VV ഗിരിയാണ്. ഇനി ലോക്സഭാ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? തന്നിരിക്കുന്നതിൽ ലോക്സഭയിലെ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ചോദിച്ചാൽ ആരാ? അത് നീലം സഞ്ജീവ് റെഡ്ഡി ആട്ടോ. നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ഇനി 87ാമത്തെ ചോദ്യം, അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആട്ടോ. ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇനി ബിരുദധാരി അല്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ബിരുദധാരി അല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി ആട്ടോ. നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. 89ാമത്തെ ചോദ്യം, മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ആരാണ്? മുഖ്യമന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി കേട്ടോ. നീലം സഞ്ജീവ് റെഡ്ഡി. ലോക്സഭാ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായത് നീലം സഞ്ജീവ് റെഡ്ഡി. ബിരുദധാരിയല്ലാത്ത ആദ്യത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. ഇനി ജ്ഞാനി എന്ന പേരിൽ അറിയപ്പെട്ട രാഷ്ട്രപതി ആരാ? ജ്ഞാനി എന്ന പേരിൽ അറിയപ്പെട്ട രാഷ്ട്രപതിയോ? അതും ആര് തന്നെയാണ്? ജ്ഞാനി സെയിൽ സിംഗ് ആട്ടോ. ജ്ഞാനി സെയിൽ സിംഗ് ആണ്. ജ്ഞാനി എന്ന പേരിൽ അറിയപ്പെട്ട രാഷ്ട്രപതിയാണ് ആര്? ജ്ഞാനി സെയിൽ സിംഗ് കേട്ടോ. ഓപ്ഷൻ സി ജ്ഞാനി സെയിൽ സിംഗ്.
91-ാമത്തെ ചോദ്യം, കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രപതി ആരാണ്? കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രപതി ആരാ? ഗ്യാനി സെയിൽ സിംഗ് അല്ലെ, ഗ്യാനി സെയിൽ സിംഗ് ആണ്. 92, എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി ആരാ? എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി ആരായിരുന്നു? അത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ഓപ്ഷൻ എ ആണ് നീലം സഞ്ജീവ് റെഡ്ഡി. 93, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് മലയാളിയായിട്ടുള്ള KR നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? നമ്മുടെ KR നാരായണൻ. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളി ആരാണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ചത് ഒരു മലയാളി തന്നെയായിരുന്നു. ആരായിരുന്നു മത്സരിച്ചത്? TN ശേഷൻ ആട്ടോ, TN ശേഷനാണ്. 95-ാമത്തെ ചോദ്യം, ഇവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. ഒന്നാമത്തത്, രാഷ്ട്രപതി ഭരണത്തിന്റെ ഫലമായിട്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ഭരണകാര്യങ്ങളും രാഷ്ട്രപതിക്ക് സ്വയം ഏറ്റെടുക്കാം. രണ്ടാമത്തത്, ഹൈക്കോടതിയുടെ എല്ലാ അധികാരവും രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കാം. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതായാലും ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നാമത് നോക്കിയേ. രാഷ്ട്രപതി ഭരണം, അതായത് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതിയുടെ ഭരണം വന്നു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന്റെ എല്ലാ ഭരണകാര്യങ്ങളും രാഷ്ട്രപതിക്ക് സ്വയം ഏറ്റെടുക്കാം. അത് ഇങ്ങനെ പറയുന്ന പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത്, ഹൈക്കോടതിയുടെ എല്ലാ അധികാരവും രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കാം. ഇതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഹൈക്കോടതിയുടെ അധികാരം എന്ത് ചെയ്യാൻ പറ്റില്ല? രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് മാത്രമേ ശരിയുള്ളൂ, A മാത്രമേ എന്തുള്ളൂ? ശരിയായിട്ടുള്ളൂ. ഇനി 96-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 354. രണ്ടാമത്തത്, ഭരണഘടനാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് പരാജയപ്പെട്ടാൽ ആ സംസ്ഥാനത്ത് ഭരണം കേന്ദ്രം ഏറ്റെടുക്കുന്നത് പ്രസിഡന്റ് ഭരണം എന്നറിയപ്പെടുന്നു. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവന? ഒന്നാമത്തത്, സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 354 ശരിയാണോ? തെറ്റാണ് അല്ലേ. 356 എന്ത് പറയുന്നത്? സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. രണ്ടാമത്തത്, ഭരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് പരാജയപ്പെട്ടാൽ ആ സംസ്ഥാനത്തിന്റെ ഭരണം കേന്ദ്രം ഏറ്റെടുക്കുന്നത് പ്രസിഡന്റ് ഭരണം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഏതാ? A തെറ്റാണ്, B മാത്രമേ എന്നുള്ളൂ ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളൂ. 97-ാമത്തെ ചോദ്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ആരാ? KR നാരായണൻ അല്ലെ, KR നാരായണനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി ആരാ? ഡോക്ടർ APJ അബ്ദുൽ കലാം കേട്ടോ, ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ നമ്മുടെ KR നാരായണൻ ഏതിലാണ് വോട്ട് ചെയ്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ആരാ? അത് അബ്ദുൽ കലാം. 99-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആരാണ്? ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആരാ? അതും നമ്മുടെ മലയാളിയായിട്ടുള്ള KR നാരായണൻ കേട്ടോ. ഏറ്റവും കൂടിയ വയസ്സിൽ രാഷ്ട്രപതി ആയത് ആരാ? KR നാരായണൻ. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാ? KR നാരായണൻ. 100-ാമത്തെ ചോദ്യം, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വിജയിച്ച രാഷ്ട്രപതി ആരാണ്? ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതി ചോദിച്ചാൽ അതാരാ? രാജേന്ദ്ര പ്രസാദ് ആട്ടോ. ആരാ? രാജേന്ദ്ര പ്രസാദാണ്. തൊട്ടു മുന്നേ എന്താ നമ്മൾ പറഞ്ഞത്? ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് KR നാരായണ. പക്ഷെങ്കിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്ര പ്രസാദിന് കേട്ടോ. ഇനി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആരാണ്? ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആരാ? VV ഗിരിയാണ് അല്ലെ. ഓപ്ഷൻ B ആണ്, VV ഗിരിയാണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? VV ഗിരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ചോദിച്ചാൽ VV ഗിരിയാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആരാന്ന് വെച്ചാലും VV ഗിരിയാണ്. ഇനി ഏറ്റവും കുറഞ്ഞ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത്, ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന ആരാ? BD ജെട്ടി അല്ലെ. ഓപ്ഷൻ C ആണ്, BD ജെട്ടി ആണ്. ഇനി ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം BD ജെട്ടി, ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് അതാരാ? അത് ജസ്റ്റിസ് M ഹിദായത്തുള്ള അല്ല. ആരാ? ജസ്റ്റിസ് M ഹിദായത്തുള്ള. 105-ാമത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരാണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരായിരുന്നു? VR കൃഷ്ണയ്യർ കേട്ടോ. ഓപ്ഷൻ D ആണ്, VR കൃഷ്ണയ്യർ ആണ്. ഇനി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ
അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? അത് മലയാളിയായ നമ്മുടെ KR നാരായണനാണ്. KR നാരായണനാണ്. 107ാമത്തെ ചോദ്യം, മുൻ ഉപരാഷ്ട്രപതിയെ പരാജയപ്പെടുത്തിയിട്ട് രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ്? മുൻ ഉപരാഷ്ട്രപതിയെ പരാജയപ്പെടുത്തിയിട്ട് രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ്? പ്രതിഭ പാട്ടീൽ അല്ലെ. ഓപ്ഷൻ ബി ആണ് പ്രതിഭ പാട്ടീൽ. മുൻ ഉപരാഷ്ട്രപതിയെ പരാജയപ്പെടുത്തിയിട്ട് രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ആര്? പ്രതിഭ പാട്ടീൽ. ഇനി 108ാമത്തെ ചോദ്യം, ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? അതും ആര് തന്നെയാണ്? KR നാരായണനാണ്. 109ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയായ പ്രഥമ വനിത ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയായ പ്രഥമ വനിത ആരായിരുന്നു? അത് പ്രതിഭ പാട്ടീൽ. ഓപ്ഷൻ ബി പ്രതിഭ പാട്ടീൽ. 110ാമത്തെ ചോദ്യം, പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാകുന്ന വ്യക്തിയാണ്? പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാകുന്ന വ്യക്തിയാണ്? എത്രയാ? 13. ഓപ്ഷൻ ബി ആണ് 13ാമത്തെയാണ്. ഇനി 11ാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത രാഷ്ട്രപതി ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത രാഷ്ട്രപതി ആരായിരുന്നു? VV ഗിരി. ഓപ്ഷൻ സി ആണ് VV ഗിരിയാണ്. 112ാമത്തെ ചോദ്യം, വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇനി സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച രാഷ്ട്രപതി ആരാണ്? സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച രാഷ്ട്രപതി ആരായിരുന്നു? VV ഗിരി. VV ഗിരി തന്നെയാണ്. ഓപ്ഷൻ സി ആണ് VV ഗിരിയാണ്. 114, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി നമ്മുടെ അബ്ദുൽ കലാം അല്ലെ. അബ്ദുൽ കലാം ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അബ്ദുൽ കലാം അല്ലെ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് അബ്ദുൽ കലാം. ഇനി 1 രൂപ മാത്രം ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? 1 രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി അതും ആര് തന്നെയാണ്? APJ അബ്ദുൽ കലാം ആണ്. ഇനി ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സന്ദേശം എഴുതിയ രാഷ്ട്രപതി ആരാണ്? ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സന്ദേശം എഴുതിയ രാഷ്ട്രപതി ആരായിരുന്നു? VV ഗിരിയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് VV ഗിരിയാണ്. 117, സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആരാ? സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. ഓപ്ഷൻ സി ആണ് APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ദളിത് രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ദളിത് രാഷ്ട്രപതിയാണ് ആര്? നിലവിലല്ല രാംനാഥ് കോവിന്ദ് അല്ലെ. ഇന്ത്യയുടെ രണ്ടാമത്തെ ദളിത് രാഷ്ട്രപതിയാണ് ആര്? രാംനാഥ് കോവിന്ദ്. ഇനി രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വർഷം ഏതാണ്? രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വർഷം 2017 2017 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. 121ാം ചോദ്യം, രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ നിലനിന്ന കാലഘട്ടം ഏതാണ്? രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ നിലനിന്ന കാലഘട്ടം ചോദിച്ചാൽ 1971 മുതൽ 77 വരെയാണ്. 1971 മുതൽ 77 വരെയാണ് രണ്ടാം അടിയന്തരാവസ്ഥ കാലത്തിന്റെ കാലഘട്ടം. ഇനി മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ഇന്ദിരാഗാന്ധി. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയാണ്. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പ്രതിരോധ മന്ത്രി നമ്മൾ പറഞ്ഞു ആരായിരുന്നു? മലയാളിയായിട്ടുള്ള VK കൃഷ്ണമേനോനാണ്. ഇനി ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പ്രധാനമന്ത്രി നെഹ്റു അതും പറഞ്ഞതാണ്. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പ്രതിരോധ മന്ത്രി നമ്മൾ പറഞ്ഞു ആരായിരുന്നു? രണ്ടാം അടിയന്തരാവസ്ഥ സമയത്ത് പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം ആയിരുന്നു. ഇനി പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ എത്ര കാലം വരെ നിൽക്കൊണ്ടാൻ കഴിയും? 6 മാസം. ഇത് നമ്മൾ പറഞ്ഞതല്ലേ.
ഇനി രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? 111 അല്ലെ, 111 പോക്കറ്റ് വീറ്റോയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിള്. അടുത്ത 133 രാഷ്ട്രപതി ഭവനിലെ മുറികളുടെ എണ്ണം എത്രയാണ്? രാഷ്ട്രപതി ഭവനിലെ മുറികളുടെ എണ്ണം എത്രയാണ്? 340 കേട്ടോ, 340 ഇനി ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തിയിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം നേടണം. ഓപ്ഷൻ ബി, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുള്ള അംഗീകാരം മതി. ഇതിലേതാണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇതിൽ 1 മാത്രമേ ശരിയുള്ളൂ അല്ലേ. അതായത് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം നേടിയിരിക്കണം. ഇനി 135 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 1-ാം ദേശീയ അടിയന്തരാവസ്ഥ കാരണം ഇന്ത്യ ചൈന യുദ്ധമാണ്. രണ്ടാമത്തത് 1-ാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 3. 1962 1-ാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയായിരിക്കും ശരിയായിട്ടുള്ളത്? 1-ാം ദേശീയ അടിയന്തരാവസ്ഥക്ക് കാരണം എന്തായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധം. ശരിയാണ്. 1-ാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആര് തന്നെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 62 എന്ത് ചെയ്യുന്നത്? 1-ാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി രാഷ്ട്രപതിക്ക് ശേഷം ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത പദവി ഏതാണ്? രാഷ്ട്രപതിക്ക് ശേഷം ഇന്ത്യയിലെ 2ാമത്തെ പരമോന്നത പദവിയാണ് ഇത്? ഉപരാഷ്ട്രപതി അല്ലെ, ഉപരാഷ്ട്രപതിയാണ്. ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായിട്ടുള്ള രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നതാണ് ആര്? ഉപരാഷ്ട്രപതി അല്ലെ, ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ കൂടിയാണ് ആര്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ കൂടിയാണ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ എത്രയാ? 5 വർഷമാണ്. 5 വർഷമാണ്. പക്ഷെ ഓർത്തു നോക്കണം, രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ആര്? ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇനി ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയിലെ വകുപ്പാണ് ഏത്? വകുപ്പ് 63 അല്ലെ, ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഇനി ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി അല്ലെ, രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. രാഷ്ട്രപതിക്ക് ആരായിരുന്നു ചൊല്ലിക്കൊടുക്കുന്നത്? അത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് ചൊല്ലിക്കൊടുക്കുന്നത്. ഉപരാഷ്ട്രപതിക്കാരാ? രാഷ്ട്രപതിയാണ്. ഇനി രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് ആരാ? ഉപരാഷ്ട്രപതി അല്ലെ, രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്ന ആരാ? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാ? അത് രാഷ്ട്രപതിക്കാണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആരായിരുന്നു? മുഹമ്മദ് ഹമീദ് അൻസാരിയാണ്. മുഹമ്മദ് ഹമീദ് അൻസാരിയാണ് ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി എന്നറിയപ്പെടുന്നത്. ഇനി ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആര്? വി ഗിരിയാട്ടോ. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആര്? വി ഗിരി. ഇനി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളിയാണ് ആര്? KR നാരായണൻ അല്ലെ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളിയാണ് ആര്? KR നാരായണൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതി ആരാണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതിയാണ് ആര്? ബൈറോൺ സിംഗ് ഷെഖാവത്ത് ആട്ടോ. ബൈറോൺ സിംഗ് ഷെഖാവത്ത്. ഇനി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയാണ് ആര്? ബൈറോൺ സിംഗ് ഷെഖാവത്ത്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയാണ് ആര്? ബൈറോൺ സിംഗ് ഷെഖാവത്ത്. ഇനി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ആരായിരുന്നു? BD ജെട്ടി അല്ലെ, BD ജെട്ടിയാണ്. 151 രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ്?
രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചതിന് ശേഷം ഉപരാഷ്ട്രപതിയാകുന്നത്. അങ്ങനത്തെ വ്യക്തി അതാരാത്? ജസ്റ്റിസ് എം ഹിദായത്തുള്ള കേട്ടോ. ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് രാഷ്ട്രപതിയുടെ ചുമതല ആദ്യം വഹിക്കുക, അതിനുശേഷം എന്ത് ചെയ്തു? ഉപരാഷ്ട്രപതിയായി. എല്ലാവരും എങ്ങനെയാവുന്നത്? ആദ്യം ഉപരാഷ്ട്രപതിയാവും, അതിനുശേഷമാണ് പല ആളുകൾ എന്ത് ചെയ്തത്? രാഷ്ട്രപതിയായത്. ഇവിടെ എന്താ പറഞ്ഞത്? രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചതിന് ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് എം ഹിദായത്തുള്ള. ഇനി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് എം ഹിദായത്തുള്ള. ഇനി ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി ആരാ? ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തിയാണ് കിഷൻ കാന്ത്. ഓപ്ഷൻ ഡി ആണ് കിഷൻ കാന്ത്. 154 ചോദ്യം. ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തി ആരായിരുന്നു? അത് ബി ഡി ജെട്ടിയാണ് അല്ലെ. ബി ഡി ജെട്ടിയാണ്. 155 ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ആര്? വെങ്കയ്യ നായിഡു കേട്ടോ. വെങ്കയ്യ നായിഡു ആണ്. 156ാമത്തെ ചോദ്യം. മൂവിംഗ് ഫോർവേഡ് എ ഇയർ ഇൻ ഓഫീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൂവിംഗ് ഫോർവേഡ് എ ഇയർ ഇൻ ഓഫീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരായിരുന്നു? വെങ്കയ്യ നായിഡു കേട്ടോ. വെങ്കയ്യ നായിഡു ആണ്. വെങ്കയ്യ നായിഡു സജീവ രാഷ്ട്രീയത്തിലേക്ക് ചുവടുറപ്പിച്ച പ്രക്ഷോഭം ഏതാണ്? വെങ്കയ്യ നായിഡു സജീവ രാഷ്ട്രീയത്തിലേക്ക് ചുവടുറപ്പിച്ച പ്രക്ഷോഭം ഏതായിരുന്നു? ജയിൽ ആന്ധ്ര മൂവ്മെന്റ് ആട്ടോ. ജയിൽ ആന്ധ്ര മൂവ്മെന്റ് ആണ്. ഇനി വാജ്പേയി മന്ത്രിസഭയിൽ വെങ്കയ്യ നായിഡു വഹിച്ചിരുന്ന വകുപ്പ് ഏതാണ്? വാജ്പേയി മന്ത്രിസഭയിൽ വെങ്കയ്യ നായിഡു വഹിച്ചിരുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാമവികസനമായിരുന്നു. ഓപ്ഷൻ എ ആണ് ഗ്രാമവികസനമായിരുന്നു.